ശരിക്കും മലയാള സിനിമയുടെ ഏറ്റവും നല്ല കാലത്താണ് ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതും അതിനെക്കുറിച്ച് അതിന് പിന്നാലെ ഒരുപാട് വിവാദങ്ങൾ തലപൊക്കിയതും. സിനിമ ഉത്സവമാകേണ്ട ഒരു ഓണക്കാലമാണ് ഇപ്പോൾ. നിങ്ങൾക്കറിയാം, ഒരുപാട് ചിത്രങ്ങൾ സൂപ്പർ ഹിറ്റായി ഓണക്കാലത്ത് തിയേറ്ററിൽ ഓടേണ്ട സമയത്താണ് വിവാദങ്ങളിൽപ്പെട്ട് സിനിമ നട്ടം തിരിയുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും തുടർന്ന് വന്ന വെളിപ്പെടുത്തലുകളും അന്വേഷണവും എല്ലാം കൂടി വല്ലാത്തൊരവസ്ഥ സിനിമാ മേഖലയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നത് ഏതാണ്ട് 800,000 കോടി രൂപ മുടക്കുമുതലുള്ള ഈ മലയാള സിനിമാ വ്യവസായത്തിന് ഒന്നും സംഭവിക്കില്ല ഇതുമൂലം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിവാദങ്ങളുണ്ടാകും, വിവാദങ്ങൾ അന്വേഷിക്കപ്പെടും, ചിലപ്പോൾ ചില ആളുകളുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകും, പിന്നീട് വിവാദങ്ങൾ കെട്ടടക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഓണക്കാലത്ത് ഏറ്റവും വലിയ വെല്ലുവിളി ഇത്തരം വിവാദങ്ങൾ അപ്പുറം കടന്ന് സിനിമകളെ ഹിറ്റാക്കുക എന്നുള്ളതാണ്. തലപ്പത്തെ താരരാജാക്കന്മാർ, അവർക്കു ചുറ്റുമുള്ള ഉപഗ്രഹങ്ങൾ. മറ്റെവിടെയും പോലെ മലയാള സിനിമയുടെ മുഖചിത്രവും കാലങ്ങളായി അങ്ങനെ തന്നെയാണ്. പതിവ് പ്രമേയങ്ങൾ ജനത്തിന്റെ ക്ഷമ പരീക്ഷിക്കുന്ന കാലത്ത് സിനിമയിലൊരു പുതിയ കാലം വന്നു. പുതിയ പ്രമേയങ്ങൾ, താരപ്പൊലിമയില്ലാത്ത ബോക്സ് ഓഫീസ് ഹിറ്റുകൾ, നവാഗതരുടെ വിജയഗാഥകൾ. ചരിത്രം വഴിമാറി നടന്ന നല്ല കാലം. എന്നാൽ തിരശീലയ്ക്കപ്പുറം എഴുതപ്പെട്ട മറ്റൊരു തിരക്കഥ മലയാള സിനിമാ മേഖലയുടെ ഗതി മാറ്റി. കൊച്ചി നഗരമധ്യത്തിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിനു ശേഷം സിനിമയുടെ സിംഹാസനങ്ങൾ ഇളകി. അവർക്ക് നേരെ കൈചൂണ്ടി ചോദ്യങ്ങളുമായി സിനിമയിലെ സ്ത്രീകൾ സംഘടിച്ചു. സിനിമയിൽ WCC എന്ന സ്ത്രീ കൂട്ടായ്മയുടെ രൂപീകരണം. ചോദ്യങ്ങൾ ഇഷ്ടമല്ലാത്ത സിനിമയിലെ ശക്തർ അവരെ പരിഹസിച്ചു തള്ളി. പക്ഷേ കണക്കു ചോദിക്കാൻ കാലം കാത്തുനിന്നു. WCC ഇടപെടലിൽ സർക്കാർ രൂപീകരിച്ച കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ സിനിമാ മേഖല ആടിയുലഞ്ഞു. സ്ത്രീകൾ നേരിടുന്ന ലൈംഗിക ചൂഷണത്തിന്റെ നേരനുഭവങ്ങൾ കേട്ട് ലോകം തരിച്ചുനിന്നു. സിനിമാ സംഘടനകൾക്ക് ദിവസങ്ങളോളം മൗനം വെടിഞ്ഞ് താരസംഘടന അമ്മ വന്നപ്പോഴോ? ആ റിപ്പോർട്ട് വളരെ സ്വാഗതാർഹമായിട്ടാണ് തോന്നിയത്. ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഫൈൻഡിങ്സും അതിൽ ഹേമ കമ്മിറ്റി സർക്കാരിന് കൊടുത്തിട്ടുള്ള റെക്കമെൻഡേഷൻസും എല്ലാം തികച്ചും സ്വാഗതാർഹമാണ്. അതെല്ലാം നടപ്പിൽ വരുത്തണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ഒരു ഒളിച്ചോട്ടമോ അമ്മ ഇതിൽ നിന്ന് പിന്മാറിയതോ അല്ലെങ്കിൽ പ്രതികരിക്കാൻ വേണ്ടി അങ്ങനെ വേറെ എന്തെങ്കിലും കാത്തുനിന്നതോ അല്ല. ഞങ്ങൾക്കുണ്ടായ ഒരു സമയക്കുറവ് ഇതാണ്. അതുകൊണ്ടാണ് ഇത്രയും സമയം എടുത്തുപോയത്. അമ്മയുടെ നിലപാടിനെ പരസ്യമായി ചോദ്യം ചെയ്ത് സിനിമാ മേഖലയിൽ നിന്ന് തന്നെ വിമർശനമുയർന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചുള്ള പ്രതികരണം വൈകിയതിന് ഞാൻ പൊതുസമൂഹത്തോട് ക്ഷമ ചോദിക്കുകയാണ്. കാരണം വളരെ പെട്ടെന്ന് തന്നെ പ്രതികരിക്കേണ്ടതായിരുന്നു. അതിന് കാരണം എന്തായാലും അമ്മയുടെ ഭാഗത്തു നിന്നും ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അതെ, വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും ശക്തമായ ഇടപെടലും നടപടികളും അമ്മ സംഘടനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത് തന്നെയാണ്. അമ്മയുടെ തലപ്പത്തുള്ളവർക്കെതിരെ, ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനെതിരെ, എണ്ണം പറഞ്ഞ സംവിധായകർക്കെതിരെ, ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട ചൂഷണ കഥകളുടെ തുറന്നുപറച്ചിലുകളായി വിവാദം കൊഴുത്തു. മോഹൻലാൽ പ്രസിഡന്റായ അമ്മയുടെ നേതൃത്വം ഒന്നാകെ രാജിവെച്ചൊഴിഞ്ഞു. ആരോപണങ്ങൾ നേരിട്ടവർ കോടതി കയറി. MLA ആയ മുകേഷിന് ജനങ്ങൾക്കിടയിൽ നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. ഓരോ സീനും സങ്കീർണമായപ്പോഴാണ് സാക്ഷാൽ മോഹൻലാൽ നേരിട്ടിറങ്ങിയത്. മോഹൻലാൽ എവിടെയായിരുന്നു? ഒളിച്ചോടി പോയി എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഒരിടത്തേക്ക് ഒളിച്ചോടി പോയിട്ടില്ല. ഞാൻ നിങ്ങളുടെ ഒപ്പം കഴിഞ്ഞ 47 വർഷമായിട്ട് സഞ്ചരിക്കുന്ന ആളാണ്. മറ്റ് ഭാഷകളിലേക്കൊക്കെ പോകുമ്പോഴാണ് നമ്മുടെ സിനിമയുടെ മഹത്വം അറിയുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് ഈ ഒരു ഫോക്കസ് ഞങ്ങളിലേക്ക് മാത്രമായി ഈ സിനിമ ഇൻഡസ്ട്രിയെ തകർക്കരുത് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. പിന്നെ മമ്മൂട്ടിയും പ്രതികരണവുമായി എത്തി. എന്നിട്ടും അവസാനിക്കുന്നില്ല പരാതികളും വിവാദങ്ങളും. ഇങ്ങനെയൊരു കാലം മലയാള സിനിമയിൽ മുമ്പുണ്ടായിട്ടില്ല. ഓണക്കാലം മലയാള സിനിമയുടെ ഉത്സവകാലമാണ്. എന്നാൽ റിലീസിന്റെ വലിയ കോലാഹലങ്ങളില്ലാതെയാണ് ഈ ഉത്സവകാലം കടന്നുപോകുന്നത്. ഈ കാലം മാറി മലയാള സിനിമയുടെ നല്ല കാലം കാത്തിരിക്കുന്നവർ ഏറെയാണ്. ന്യൂസ് ഡെസ്ക് 24.